ഇപ്പോൾ ഐമ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ചെന്നൈ പ്രതിനിധി PN ശ്രീകുമാർ തത്സമയം ചേരുന്നു. ശ്രീകുമാർ നമസ്കാരം. ശ്രീകുമാർ, ഏറ്റവും അവസാനം താങ്കൾക്ക് വിവരം ലഭിക്കുമ്പോൾ ചെന്നൈയിലെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ എന്താണ്? ഈ ഒരുപക്ഷെ ഈ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കര തൊടുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, അതുപോലെ ചെന്നൈയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ? തമിഴ്നാട്ടിൽ പൊതുവെയുള്ള അവസ്ഥ എന്താണ്? നമസ്കാരം SKN. ഏതാണ്ട് ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെയാണ് നിരന്തരമായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും അതോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 5 മണിക്ക് ശേഷം ഇതിന് രണ്ടിനും ശമനമുണ്ടായിട്ടുള്ളതെന്നാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് വീണ്ടും ആ മഴ, ഒരു ശക്തമായിട്ടുള്ള മഴയുണ്ട്, ഒരല്പം കാറ്റുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ കടൽ തീര പ്രദേശത്തല്ല ഉള്ളത്. എങ്കിൽ പോലും അവിടെ ഒരു വലിയ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാം, ഈ പ്രദേശത്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രദേശത്ത് ഞാനിപ്പോൾ പിടിക്കുമ്പോൾ വലിയൊരു രീതിയിലുള്ളൊരു മഴയോ കാറ്റോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ വൈകുന്നേരം ഏതാണ്ട് 5 മണി വരേക്കും നിരന്തരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതിൻ്റെ കുറച്ച് മുമ്പേ കാണിച്ച ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് ഏതാണ്ട് പകൽ സമയങ്ങളിൽ എടുത്ത ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇത്തരം ഒരു ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥ ചെന്നൈയിലില്ല. നമ്മൾ തീരം തൊട്ടതുകൂടെ കൂടെ ആവാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് 24 ന്യൂസിലൂടെ പ്രേക്ഷകരെ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു PN ശ്രീകുമാർ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ചെന്നൈ പ്രതിനിധി കൂടിയാണ് PN ശ്രീകുമാർ. ഇടയ്ക്കിടെ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. താങ്ക് യു PN ശ്രീകുമാർ.